താരങ്ങളുടെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന വാർത്ത നമ്മളെയും നൊമ്പരപ്പെടുത്താറുണ്ട്. അത്തരത്തിലൊന്നാണ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം നൊമ്പരമായി മാറുന്നൊരു കുറിപ്പ് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പി. ഈശ്വരൻ എന്നോട് എന്തിനിങ്ങനൊരു അധർമ്മം ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വായിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ് എന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ കുറിപ്പ് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതും. എനിക്ക് താഴെ 4 അനിയന്മാരുണ്ട്. ജനിച്ചപ്പോഴേ അവരെയെല്ലാം മരണം കവർന്നു. അതിനുശേഷമാണ് അവളുണ്ടായത്. അമ്മയ്ക്ക് നോമ്പ് നോറ്റ് കിട്ടിയ പെൺതരിയാണ്. ഞാനാണ് അവളെ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നടന്നത്. പെങ്ങൾ തുളസി ഗോപിനാഥിൻ്റെ വേർപാടിൽ മുറിവേറ്റ മനസ്സുമായാണ് കവിയും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് പേയാടുള്ള വീട്ടിലേക്ക് വരുമ്പോൾ കവടിയാറിലെ ഫ്ലാറ്റിൽ അവളുണ്ടെന്ന ആശ്വാസമായിരുന്നു കവിക്ക്. 11 വയസ്സിന് ഇളയതായിരുന്നുവെങ്കിലും ഒരു അമ്മ മകൻ നൽകുന്ന വാത്സല്യമായിരുന്നു അത്. അവർ വയ്ക്കുന്ന ഓരോ കറികളുടെയും രുചിക്ക് അമ്മയുടെ കറി രുചികളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരിയുടെ കറികൾ കഴിക്കാൻ വല്ലാത്ത വെമ്പലായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. 14 വർഷങ്ങൾക്ക് മുൻപ് വിട പറഞ്ഞ എൻ്റെ മകനുമായും അവൾക്ക് നല്ല അടുപ്പമായിരുന്നു. മകൻ്റെ മരണശേഷം എന്നെ തളർത്തിയ വേർപാടാണിത്. മകനായ അഭിമന്യു മരിച്ചതോടെ അർജുനൻ്റെ നേട്ടങ്ങൾ അലിഞ്ഞുപോയില്ലേ? അതുപോലെയാണ് ഞാനും. നമ്മൾ ജീവിച്ചിരിക്കെ നമ്മളെക്കാൾ ഇളയവർ വിട പറയുന്നതിനോളം വേദന മറ്റൊന്നുണ്ട്. കർമ്മങ്ങൾക്കായി അവളെ അവസാനം കൊണ്ടുവന്നത് എൻ്റെ ഈ വീട്ടിലാണ്. എനിക്ക് 2 ചേട്ടന്മാരും അവൾക്ക് ശേഷം ഒരു അനിയനുമാണ്. ചേട്ടന്മാരായ PV തമ്പിയും PG തമ്പിയും വിട പറഞ്ഞു. ഇനി ഞാനും അനിയൻ പ്രസന്നവദനും തമ്പിയും മാത്രം. ശ്രീകുമാരൻ തമ്പിയുടെ വാക്കുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ചില വരികൾ ഇങ്ങനെ. പഴയൊരു സിനിമാ പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വരികൾ. എൻ്റെ മകൻ മരിക്കുന്നു, അനുജത്തി മരിക്കുന്നു, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നു. ഈശ്വരൻ എന്നെ ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി എന്നോട് അധർമ്മമാണ് ചെയ്യുന്നത്. ദേഹകണികളിൽ ദേഹങ്ങളെരിയും, ആ ഭസ്മം ഗംഗയിലെരിയും. എന്തെന്ത് മോഹചിതാഭസ്മ ധൂളികൾ ഇന്നോളം ഗംഗയിലൊഴുക്കി. ആർക്കും സ്വന്തമാ ഗംഗാജലം, അനുജത്തി ആശ്വസിക്കൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ തൻ്റെ അനിയത്തിയോടുള്ള വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുന്നത്. ഈശ്വരൻ എന്നോട് ഇത് ചെയ്യരുത്, ഈശ്വരൻ എന്നോട് ചെയ്യുന്നത് അധർമ്മമാണ്. തീരാ വേദനയിൽ തന്നെയാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ നിലകൊള്ളുന്നത്. മകൻ്റെ മരണത്തിന് ശേഷം ഇത്തരമൊരു മരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നടന്ന വ്യക്തി, സ്വന്തം അമ്മയെപ്പോലെ താൻ കണ്ട വ്യക്തി, അമ്മയുടെ അതേ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന വ്യക്തി, അമ്മയെ എപ്പോഴും ഭക്ഷണത്തിലൂടെ ഓർമ്മിപ്പിച്ച് തരുന്ന വ്യക്തി, അങ്ങനെ എല്ലാമായിരുന്ന ശ്രീകുമാരൻ തമ്പിയുടെ സ്വന്തം സഹോദരി തന്നെയാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ഏക ദുഃഖവാർത്തയായി അദ്ദേഹം കാണുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.